ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഞ്ജുവും ചന്ദ്രയും കൂടിയും ചെയ്തു വെച്ച ആ കൊടും ചതി അർച്ചന അങ്ങനെ കണ്ടെത്തുകയാണ്. തൻ്റെ ഒരു ഫയൽ എടുക്കാൻ വേണ്ടി അർച്ചന അമ്പാട്ടിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ തൻ്റെ റൂമിൽ പോയി ഫയൽ എടുക്കാനായി അർച്ചന പോവാൻ നിൽക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ചേച്ചിയുടെ കുറച്ച് സാരികളെല്ലാം ഞാൻ കൊണ്ടുപോയി എൻ്റെ മുറിയിൽ വെച്ചിട്ടുണ്ട്. അത് പഴന്തുണിയായി പോവരുതല്ലോ, അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഉടുക്കാമെന്ന് വിചാരിച്ചു. കൂട്ടത്തിൽ കുറച്ച് ഫയലുകളും പേപ്പേഴ്സും കിട്ടി. അതെല്ലാം ഞാൻ എൻ്റെ മുറിയിൽ തന്നെ വെച്ചിട്ടുണ്ടെന്ന് മഞ്ജു അങ്ങനെ പറയാണ്. മഞ്ജു, ഭാഗ്യം നീ ആ പേപ്പേഴ്സ് ഒന്നും എടുത്ത് കളഞ്ഞില്ലല്ലോ, അത്രയും ചെയ്തതിന് നന്ദി എന്ന് പറഞ്ഞ് അർച്ചന മഞ്ജുവിന്റെ മുറിയിലേക്ക് പോവുകയാണ്. അവിടെ പോയി അർച്ചന തന്റെ ഫയലുകളെല്ലാം തിരയുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. എന്നാൽ അപ്രതീക്ഷിതമായി അർച്ചനയുടെ കയ്യിൽ ജെയ്ക്ക് ചിന്നുവിന് അയച്ചു കൊടുത്ത യഥാർത്ഥ ഫോട്ടോ ഫ്രെയിമും ചിന്നുവിന് കൊറിയർ വഴി കിട്ടിയ ഫോട്ടോ ഫ്രെയിമും രണ്ടും അവിടെ നിന്നും ഒരു കവറിൽ നിന്ന് കിട്ടുകയാണ്. ആ രണ്ട് ഫോട്ടോ ഫ്രെയിമും കണ്ട് അർച്ചന ആകെ ഷോക്കാവുന്നുണ്ട്. ഇതെങ്ങനെ മഞ്ജുവിന്റെ കൈകളിൽ എത്തിയെന്ന് അർച്ചന അങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് മഞ്ജുവിനോട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കാമെന്ന് കരുതി അർച്ചന അങ്ങനെ മഞ്ജുവിനെ മുറിയിലേക്ക് വിളിച്ച് സത്യാവസ്ഥ എന്താണെന്ന് മഞ്ജുവിനോട് ചോദിക്കുകയാണ്. എന്നാൽ മഞ്ജു അവിടെ നിന്ന് പരിങ്ങി കളിക്കുകയാണ്. അർച്ചന പറയുന്നുണ്ട്, നീ എന്നോട് സത്യം പറയണ്ട, ഇത് വഞ്ചന കുറ്റമാണ്, ക്രിമിനൽ കേസാണ്, പോലീസ് വന്ന് ചോദ്യം ചെയ്തോളും, അപ്പോൾ നീ സത്യം പറഞ്ഞോളുമെന്ന് അർച്ചന അങ്ങനെ മഞ്ജുവിനെ പേടിപ്പെടുത്തുന്നതും മഞ്ജു സത്യമെല്ലാം തുറന്നു പറയുകയാണ്. ചന്ദ്രേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഈ ചെയ്തതെന്നും ചിന്നുവിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നാണ് ഞാൻ കരുതിയത്, അല്ലാതെ ഒരു മനസ്സറിവ് കൊണ്ടുമല്ല ഞാൻ ഈ ചെയ്തതെന്ന് മഞ്ജു അങ്ങനെ കുറ്റം ഏറ്റുപറയാണ് അർച്ചനയോട്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് അനന്തൻ വരികയാണ്. അനന്തന് ദേഷ്യം സഹിക്കാതെ അപ്പൊ തന്നെ മഞ്ജുവിന്റെ കാരണത്തടിക്കുന്നുണ്ട്. ചന്ദ്രലേഖയുടെ ന്യൂസ് എഡിറ്ററാണ് മഞ്ജു എന്നും അതിന് പാരിതോഷികമായി ചന്ദ്ര മഞ്ജുവിന് കുറെ സ്വർണങ്ങളും പണവും കൊടുത്തിട്ടുണ്ടെന്ന് അനന്തൻ അങ്ങനെ പറയാണ്. ചന്ദ്രലേഖയുടെ ഈ കള്ളത്തരങ്ങളെല്ലാം പൊളിക്കാൻ താൻ കൂടി ചന്ദ്രകാന്തത്തിലേക്ക് വരാമെന്ന് അനന്തൻ അർച്ചനയോട് അങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ അർച്ചന പറയുന്നുണ്ട്, വേണ്ട, ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം, ചിന്നും അവിടെ തന്നെ ഉണ്ടല്ലോ, കുറച്ച് കാര്യങ്ങൾ കൂടി അവിടെ ചെയ്തു തീർക്കാനുണ്ട്, അത് ചെയ്തിട്ട് ഞാൻ തിരിച്ച് അമ്പാട്ടിലേക്ക് എത്താമെന്ന് പറഞ്ഞ് അർച്ചന നേരെ ചന്ദ്രകാന്തത്തിലേക്ക് പോവുകയാണ്. അർച്ചന അങ്ങനെ പോയതിനു ശേഷം മഞ്ജു വേഗം ഫോൺ എടുത്ത് ചന്ദ്രയെ വിളിക്കുന്നുണ്ട്. പിന്നീട് അമ്പാട്ടിലുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം മഞ്ജു അങ്ങനെ ചന്ദ്രയോട് പറയാണ്. ഇത് കേട്ട് ചന്ദ്രയാണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട്. ചന്ദ്രേച്ചി, ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തതല്ല, അർച്ചന ചേച്ചിയുടെ മുന്നിൽ പിടിക്കപ്പെട്ടപ്പോൾ വേറെ വഴിയുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് സത്യം എനിക്ക് പറയേണ്ടി വന്നത്, എന്നോട് ക്ഷമിക്കണമെന്ന് മഞ്ജു അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര പറയുന്നുണ്ട്, നീ ഒന്നും പറയണ്ട, ചതിയാണ് മഞ്ജു നീ എന്നോട് കാണിച്ചത്, പാട്ട് വീട്ടിലെ ന്യൂസുകളെല്ലാം ലൈവായിട്ടാണ് നീ എനിക്ക് തന്നിട്ടുള്ളതെങ്കിലും ഇഷ്ടം പോലെ പാരിതോഷികങ്ങൾ നീ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട്, അത് സ്വർണവും പണവുമായിട്ട് തന്നെ, എന്നിട്ടും എന്നോട് ഈ ചതി വേണ്ടായിരുന്നുവെന്ന് ചന്ദ്ര അങ്ങനെ മഞ്ജുവിനോട് പറയുകയാണ്. മഞ്ജു ആണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിൽപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. മഞ്ജു അങ്ങനെ ചന്ദ്രയോട് സംസാരിക്കുന്നതെല്ലാം മഞ്ജുവിന്റെ ബാക്കിൽ നിന്ന് അനന്തൻ അങ്ങനെ കേൾക്കുന്നുണ്ട്. അനന്തൻ ബാക്കിൽ നിൽക്കുന്നത് അറിയാതെയാണ് മഞ്ജു അങ്ങനെ ചന്ദ്രയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. മഞ്ജുവിന്റെ സംസാരം കേട്ട് വീണ്ടും അനന്തന് ദേഷ്യം വരികയാണ്. ഇവൾ ഒരിക്കലും നേരാവില്ലെന്ന് അനന്തന് മനസ്സിലാവുകയാണ്. അങ്ങനെ ചന്ദ്രയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ വേഗം പോയി അനന്തൻ മഞ്ജുവിന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും മഞ്ജുവിന്റെ കള്ളത്തരങ്ങളെല്ലാം അനന്തന് മുന്നിൽ വീഴുകയാണ്. അതിനുശേഷം ജെയ്ക്ക് ആദ്യമായി ചിന്നുവിന് വേണ്ടി വാങ്ങിച്ച ആ യഥാർത്ഥ ഫോട്ടോ ഫ്രെയിം അർച്ചന അങ്ങനെ ചിന്നുവിന് കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുന്നതും ചിന്നു പറയുന്നുണ്ട്, ഇത് നന്നായിട്ടുണ്ട് അമ്മയെന്ന്. പിന്നീടാണ് ചിന്നുവിനോട് അർച്ചന ആ സത്യം തുറന്നു പറയുന്നത്. ജെയ്ക്ക് ചിന്നുവിന് സമ്മാനമായി അയച്ചു തന്നത് ഇപ്പോ നല്ലതെന്നു പറഞ്ഞ ഈ ഫോട്ടോ ആണ് എന്നങ്ങനെ അർച്ചന പറയുന്നതും ഇത് കേട്ട് ഒന്നും മനസ്സിലാവാതെ ചിന്നു അങ്ങനെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. പിന്നീട് ആ ഫ്രെയിമിന് പിന്നിലുണ്ടായ ആ കൊടും ചതി അർച്ചന അങ്ങനെ ചിന്നുവിനോട് തുറന്നു പറയുകയാണ്. ഇതെല്ലാം കേട്ട് ചിന്നു ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ചിന്നുവിന് ജെയ്ക്കയോടുള്ള തെറ്റിദ്ധാരണ മാറുന്നുണ്ടെങ്കിലും അപ്പോഴും ഒരു സംശയം മാത്രം അങ്ങനെ ചിന്നുവിന്റെ മനസ്സിൽ നിൽക്കുകയാണ്. ചിന്നു ജെയ്ക്കയുടെ വീട്ടിൽ പോയ ദിവസം ചിന്നുവിന്റെ പിന്നാലെ വന്ന് ചിന്നുവിന്റെ കയ്യിൽ കയറി പിടിച്ചത് അതാരാണ്, ജെയ്ക്കയാണെന്നാണ് ചിന്നുവിന് തോന്നിയത്. എന്നാൽ അത് ആരായിരിക്കുമെന്ന് ചിന്നുവിന് ഇപ്പോഴും സംശയമാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.